ഹായ് എവറി വൺ. ഗുഡ് ബാഡ് അഗ്ലി. തല അജിത്ത് ഒരു പക്ക എന്റർടൈൻമെന്റ് എന്ന് പറയാം. പക്ക എന്റർടൈൻമെന്റ്, അതായത് നമ്മുടെ അദിക് രവിചന്ദ്രൻ. ഇതിനു മുമ്പ് നമുക്ക് ഒരു പടം നോക്കുകയാണെങ്കിൽ മാർക്ക് ആന്റണി ഒരു പക്ക എന്റർടൈൻമെന്റ് അല്ലെ കൊമേഴ്ഷ്യൽ ഫിലിം ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിം ആയിരുന്നു മാർക്ക് ആന്റണി. ആ ഒരു കാറ്റഗറി, ആ ഒരു ജോണറിലേക്ക്, അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ ജോണറിലേക്ക് നമ്മുടെ തല അജിത്ത് വന്നിരിക്കുകയാണ്. ഒരു പക്ക എന്റർടൈൻമെന്റ്, ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ, ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഒരു തമിഴ് ടച്ച് അല്ലെങ്കിൽ ഒരു ഡപ്പാങ്കൂത്ത് ടച്ച് മാതിരി എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മിനിറ്റിന് ബി ജി എം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ജി വി പ്രകാശിന്റെ ബി ജി എം. പക്ഷെ ഇതൊരു എന്റർടൈൻഡ് ആണെങ്കിൽ കൂടി നമുക്ക് കുറെ സ്ഥലത്ത് ഭയങ്കര വെറുപ്പിക്കലുണ്ടായിരുന്നു. ഇത് അണ്ണന്മാർക്ക് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ മൂവി ആണെങ്കിലും, പക്ഷെ നമ്മൾ മലയാളികളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ വെറുപ്പിച്ചു. ജി വി പ്രകാശിന്റെ മ്യൂസിക്കൽ കുറെയൊക്കെ ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ബി ജി എം കയറ്റേണ്ട കൊടുത്ത് ഒരു പക്ക ഡപ്പാങ്കൂത്ത് സ്റ്റൈൽ ബി ജി എം ഒക്കെ ആണ് കയറ്റി വിട്ടത്. ആ ഒരു അരോചകം മാത്രം എനിക്ക് തോന്നി. പക്ഷേ ഓവറോൾ ഒരു നല്ലൊരു കളർഫുൾ മൂവി ആയിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു കളർഫുൾ മൂവി ആയിട്ട്. പക്ഷേ ഈ ഒരു സൗണ്ട്, അതേപോലെ തന്നെ കുറെ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ വലിച്ചു വാരി കയറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. രവിചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്ക് ആന്റണി തന്ന ഒരു ഫീല് കംപ്ലീറ്റ്ലി കിട്ടിയിട്ടില്ല. മാർക്ക് ആന്റണി എസ് ജെ സൂര്യയെ വെച്ച് എന്നടാ പണി വെച്ചിരിക്ക അതിക് രവിചന്ദ്രൻ. അത് ഒരു തവണ കണ്ട, രണ്ട് തവണ കണ്ട, മൂന്ന് തവണ കണ്ടാലും മതിയാവില്ല. അത്രയ്ക്ക് രസകരമായിട്ടാണ് നമുക്ക് മാർക്ക് ആന്റണി തന്നിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫറെ കുറിച്ച് പറയുകയാണ്. സിനിമ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഭിനന്ദൻ രാമാനുജൻ ഒരു സൂപ്പർ സിനിമാറ്റോഗ്രാഫർ. നമുക്ക് കൂടുതൽ പേരെ കുറിച്ച് പറഞ്ഞാൽ അറിയില്ല, കൂടുതൽ പേർക്കും അറിയില്ല അഭിനന്ദൻ രാമാനുജൻ ആരാണ്. നമ്മുടെ ആമേൻ എന്ന് പറയുന്ന സിനിമയിൽ വെച്ച് തുടങ്ങിയത്. അദ്ദേഹം മലയാള സിനിമയിൽ നിന്നിട്ട് ആമേൻ എന്ന സിനിമയിൽ തുടങ്ങി. ഡാർവിന്റെ പരിണാമം, അതേപോലെ തന്നെ മോസയിലെ കുതിരമീനിങ്, ഏറ്റവും ലാസ്റ്റ് ഡബിൾ ബാരൽ. നമ്മുടെ മലയാളത്തിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എലോൺ എന്ന പടമാണ്. ബ്രോഡാഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു മനുഷ്യനാണ് ഈ ഒരു പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് മാർക്ക് ആന്റണി ചെയ്തതുപോലെ തന്നെ പണി വെച്ചെടുക്ക് ഭായി, ഒന്നും പറയാനില്ല. മാർക്ക് ആന്റണി ചെയ്ത പോലെ തന്നെ പണി വെച്ചെടുക്ക്, അത്ര പെർഫെക്റ്റ് ആയിട്ട്. സിനിമാറ്റോഗ്രാഫി വൈസ് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി. അജിത്തിനെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. ഓ, എമ്മാതിരി ഒരു തല തന്നെയാട്ടോ. അല്ലാതെ നമുക്ക് തലയെ കുറിച്ച്, തലനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്ന് നിന്നാ മതി, നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. അത്രയ്ക്ക് രസകരമായിട്ടാണ് തലന്റെ ഓരോ ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് കമ്പാരിറ്റീവ്ലി എനിക്ക് വലിയൊരു ജി വി പ്രകാശിന്റെ ഒരു എന്താ പറയാ, ജി വി പ്രകാശിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ അർജുൻ ദാസ്, നമ്മുടെ വിക്രത്തിലൊക്കെ ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ റോളക്സിനെ ഞെട്ടിക്കുന്ന അർജുൻ ദാസ് ഉണ്ടല്ലോ, ഒരു ബാസ് ശബ്ദത്തിന്റെ ഉടമ, നൈസായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് മലയാളി സാന്നിധ്യങ്ങൾ ഉണ്ട് ഇപ്പൊ ഇതില്. നമുക്ക് ഷൈൻ ടോം ചാക്കോ അങ്ങനെ വലിഞ്ഞു കയറി നമ്മുടെ തമിഴിലോ തെലുങ്കിലോ കന്നഡയിലൊക്കെ വലിഞ്ഞു കയറി ചെന്ന് നമ്മുടെ മലയാളം ആക്ട്രസിന്റെ വില കളയരുത്. അതാണ് ആദ്യമേ പറയാനുള്ളത്. ഒരു റോളും ഇല്ല ഷൈൻ ടോം ചാക്കോന്. ഉള്ള റോള് തന്നെ നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ വിക്രത്തിൽ വന്ന് ചെയ്തു പോയ മാതിരിയൊന്നുമല്ല, പുഷ്പയിലൊന്നും ചെയ്തു പോയ മാതിരിയൊന്നുമില്ല. വെറുതെ വന്നിട്ട് ഒരു മുഖം കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള റോള് വളരെ അരോചകമായിട്ട് തോന്നി. ഷൈൻ ടോം ചാക്കോന് ഒരിക്കലും ആപ്റ്റഡ് അല്ല ആ ഒരു റോള്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. ജസ്റ്റ് ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്. അതന്നെ ഷൈൻ ടോം ചാക്കോന്റെ ആ ഇന്റർവ്യൂ സ്റ്റൈല് ഇങ്ങനെ അതൊന്നുമല്ല, അതൊന്നും പറ്റില്ല ഈ റോളിന്. ഈ റോൾ എന്ന് പറഞ്ഞൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ വളരെ അരോചകമായിട്ട് തോന്നിയ ഒരു ആവശ്യമില്ലാത്ത റോളാണ്. അത് ഒഴിവാക്കാമായിരുന്നു വേണമെങ്കിൽ. അതായത് അജിത്തിന്റെ ഒരു പടത്തിൽ തല കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് വന്നതാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഷൈൻ ടോം ചാക്കോന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇതിന്റെ കയറി നമ്മുടെ അണ്ണന്റെ ഡോൺലി, പിന്നെ ജോൺ വിക്ക് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുടെ കുറച്ച് കാർട്ടൂൺ സംഭവമൊക്കെ വെച്ചിട്ട് അതൊക്കെ
രസകരമായിട്ട് തോന്നി. പക്ഷെ അവിടേക്ക് തല ആയതുകൊണ്ട് ഓക്കെ. മറ്റേ ആളുകളൊക്കെ ആയിരുന്നെങ്കിൽ ഹോളിവുഡ് കമ്പയർ ചെയ്യരുതായിരുന്നു. അജിത്ത് ആയതുകൊണ്ട് ഓക്കെ. പിന്നെ കുറെയൊക്കെ അജിത്തിന്റെ ഒരു തലയുടെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഓൾഡ് മെമ്മറീസ് അല്ലെങ്കിൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന മാതിരി കുറച്ച് പഴയ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ആക്ട്രസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ട് തോന്നി. നമ്മുടെ അത് ഒരു ഇതായിട്ട് കിടക്കട്ടെ. എന്തായാലും ഓവറോൾ പടം ഇറ്റ്സ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു മാസ് ഒരു അതിക് രവിചന്ദ്രന്റെ ഒരു സാധനം ഇതിൽ കിട്ടിയിട്ടെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് വെച്ചാൽ ഇല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. മാർക്ക് ആന്റണീന്റെ ആ ലെവലിലേക്കൊന്നും പടം ഉയർന്നിട്ടില്ല.